രാഹുൽ മാങ്കൂട്ടം ഒരു വലിയ ചർച്ചാ വിഷയമാക്കി മാറ്റാൻ CPM വിശ്രമിച്ചിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ. ഇപ്പോൾ വീണ്ടും നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കെ രാഹുൽ മാങ്കൂട്ട വിഷയം കത്തുമോ അതോ അണയുമോ എന്നുള്ള സംശയമാണ്. ഇപ്പോൾ മുൻ KPCC പ്രസിഡന്റ് കൂടിയായിരുന്ന സുധാകരൻ പറയുന്നു, രാഹുൽ മാങ്കൂട്ടം വേണമെങ്കിൽ മത്സരിച്ചോട്ടെ, മത്സരിച്ചാൽ ജയിക്കാൻ സാധ്യതയുണ്ടെന്നൊക്കെ പറയുന്നു. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേര് ഇപ്പോൾ സുധാകരൻ എടുത്തു തരുന്നതിന് പിന്നിൽ ഒരു രാഷ്ട്രീയമുണ്ട്. മാത്രമല്ല, ഇപ്പോൾ VD സതീശൻ്റെ നേതൃത്വത്തിൽ കാസർഗോഡ് നിന്ന് ഒരു UDFന് വേണ്ടിയിട്ട് ഒരു വിജയ യാത്ര നടത്തുന്നുണ്ട്. ഈ യാത്രയിൽ കണ്ണൂർ എത്തിയപ്പോഴും സുധാകരൻ പങ്കെടുത്തില്ല. ചുരുക്കം പറഞ്ഞാൽ സുധാകരൻ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം അത് കോൺഗ്രസിനെ തകർക്കാൻ വേണ്ടി കൂടിയാണോ? സുധാകരൻ്റെ രാഷ്ട്രീയം സതീഷിനെതിരെയുള്ള രാഷ്ട്രീയം എന്ന് പറയേണ്ടി വരും. കാരണം സതീഷിനാണല്ലോ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തിനകത്ത് നിലപാട് ശക്തമാക്കി എടുത്തത്. പല നിലപാടുകളും സതീഷിന് ഇങ്ങനെ എടുക്കാറുണ്ട്. അതൊക്കെ ഒരു പരിധി സതീഷിനെ ഒരു ലീഡർ കൊള്ളാം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇപ്പോൾ അൻവറിൻ്റെ കാര്യത്തിലേ ഉള്ളൂ ആ ലീഡർ എന്നുള്ള സാധനം പോയിട്ട് അതിനകത്തൊരു പൊളിറ്റിക്കൽ ഇസ്ലാം ഉണ്ടോ എന്നുള്ള സംശയം വന്നു. ഇപ്പോൾ ഇതിനകത്തെന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ അത് കൃത്യമായ ഒരു അജണ്ടയുണ്ടോ അല്ലെങ്കിൽ ഒരു പ്ലാനിങ് ഉണ്ടോ എന്നുള്ള കാര്യം നമ്മൾ നോക്കണം. കാരണം രാഹുൽ മാങ്കൂട്ടത്തിന് പിറകിൽ ഈ വിഷയം കോൺഗ്രസിനെ വലിയ വലുപ്പത്തിൽ ബാധിച്ചു. അതിനകത്ത് കോൺഗ്രസിൽ നിന്നുള്ള ആൾക്കാരുണ്ടോ എന്ന് സംശയിക്കേണ്ടി വരും. രാഹുൽ മാങ്കൂട്ടം ചെയ്തോ ചെയ്തില്ലയോ എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. പക്ഷേ ഇതുവരെ ഇല്ലാത്ത പരാതി ക്യൂ ആയിട്ട് വരുന്നു. ഇനിയും വേണമെങ്കിൽ പരാതി കൊടുക്കാൻ ആൾക്കാർ അണിയറയിൽ തയ്യാറായി നിൽക്കുന്നു എന്നുള്ള രീതിയിലൊക്കെ ഉള്ള വാർത്ത നമുക്ക് കിട്ടുന്നുണ്ടല്ലോ, വരുന്നുണ്ടല്ലോ. വേണമെങ്കിൽ ഇനിയും പരാതി വരാം. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഇയാൾ 24 ഒരു ഇൻ്റർവ്യൂ കൊടുക്കുന്നു. ആ ഇൻ്റർവ്യൂ വീണ്ടും വിവാദമാകുന്നു. ഇൻ്റർവ്യൂ പെയ്ഡ് ആണെന്ന് പറയുന്നു. ആ ഇൻ്റർവ്യൂവിനകത്ത് അയാൾ പ്രധാനമായിട്ടും പറയുന്ന ഒരു പോയിന്റ്, എന്നെ കേൾക്കാൻ പാർട്ടി തയ്യാറായില്ല. പ്രത്യേകിച്ചും VD സതീശൻ എന്ന് പറയുന്ന ആൾ തയ്യാറായില്ല. അതെനിക്കൊരു വലിയ ദുഃഖമാണ്. അയാൾ പറയുന്നത് അയാളുടെ ഭാഷയിൽ, ഇപ്പം ശരിയോ തെറ്റോ, അയാൾ ക്ലിയർ ആയിരുന്നു, ഇത് പെടുത്താൻ വേണ്ടിയായിരുന്നു, അല്ലെങ്കിൽ പ്രതിപക്ഷമാണ് ഇതിൻ്റെ പിറകിൽ, അല്ലെങ്കിൽ പ്രതിപക്ഷം അല്ല, ഇപ്പോഴത്തെ ഭരണപക്ഷം ആണ് അവരുടെ പ്രതിപക്ഷം. കോൺഗ്രസിൻ്റെ പ്രതിപക്ഷം എന്ന് പറയുന്ന, അല്ലെങ്കിൽ പ്രതിപക്ഷ പാർട്ടി CPM അല്ലെങ്കിൽ BJP ഒക്കെ ആയിട്ട് വരും, അവരാണ് ഇതിൻ്റെ പുറകിൽ എന്ന് പറയാൻ പുള്ളി ശ്രമിക്കുമ്പോൾ അവരുടെ ഭാഗമായിട്ട് നിൽക്കുന്നതായിട്ടുള്ള ഒരു കോൺഗ്രസ്, അതിന് ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായിട്ടുള്ള VD സതീശൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇയാളുടെ ഈ വിഷയം, ഇപ്പോൾ VD സതീശൻ ഇപ്പോൾ പുതിയ ജാഥ നടത്തുന്നു, അല്ലെങ്കിൽ VD സതീശൻ പറയാതെ പറയുന്നു അടുത്ത പ്രാവശ്യം UDF അധികാരത്തിൽ വന്നാൽ മുഖ്യമന്ത്രിയാകും എന്നുള്ള രീതിയിലേക്ക് VD സതീശൻ സ്വയം പ്രഖ്യാപനം നടത്തുന്നത് പോലെ, അല്ലെങ്കിൽ അങ്ങനെ തോന്നിപ്പിക്കുന്നത് പോലെ, അതാവാനുള്ള സാധ്യത കൂടുതലുള്ളതുപോലെ നമ്മൾക്കൊക്കെ തോന്നുമ്പോൾ, ജനം വിചാരിക്കുമ്പോൾ, ഒരുപക്ഷെ മുസ്ലിം ലീഗ് ഉൾപ്പെടെ അതിന് പിന്തുണ കൊടുക്കുമ്പോൾ ഈ രീതിയിലേക്ക് ഇപ്പം രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വിഷയം എന്ത് പറഞ്ഞാലും അടുത്ത ഇലക്ഷന് രാഹുൽ മാങ്കൂട്ടം പാലക്കാട് സ്ഥാനാർത്ഥിയായിട്ട് വന്ന് എന്ത് ചെയ്യും? പാലക്കാട് സ്ഥാനാർത്ഥിയായിട്ട് വന്ന് രാഹുൽ മാങ്കൂട്ടം അവിടെ ജയിക്കുകയോ ജയിക്കത്തില്ല, ചിലപ്പോൾ ജയിച്ചേക്കാം. പക്ഷേ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വിഷയം കേരളത്തിലുടനീളം അലയടിക്കത്തില്ലേ? കോൺഗ്രസിനുള്ളിൽ തന്നെ വനിതാ നേതാക്കളെ ഉയർത്തിക്കൊണ്ട് വന്നു കഴിഞ്ഞല്ലോ. ഭയങ്കരമായിട്ട് കോൺഗ്രസിനകത്ത് ഇനി ഇയാളെ വേണ്ട എന്നുള്ള തീരുമാനം നിൽക്കുമ്പോൾ, ഇയാളെ വേണം അല്ലെങ്കിൽ ഇയാളെ കൊണ്ടുവരണം എന്നുള്ള രീതിയിൽ മാനസികാവസ്ഥയുള്ള ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർക്ക് വാപത്തിയിരിക്കേണ്ട സമയത്ത് സുധാകരൻ തുറന്നിരിക്കുന്നു. സുധാകരൻ എന്ത് കണ്ടപ്പെടാൻ? സുധാകരനെല്ലാം തീർന്നു. സുധാകരനറിയാം സുധാകരൻ ഇനി ഒന്നും ആവത്തില്ല. ഈ MP ടേൺ കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം MP പോലും ആകത്തില്ല. അയാൾക്ക് ആകണമെങ്കിൽ ഈ പ്രാവശ്യം ഇലക്ഷൻ എന്ത് ജയിച്ച് മുഖ്യമന്ത്രി ആകണം. അതിന് യാതൊരു സാധ്യതയും പുള്ളി കാണുന്നില്ല. അതിന് സാധ്യത കാണുന്നില്ലെന്ന് പറഞ്ഞാൽ കാരണം ഇദ്ദേഹം ആഗ്രഹിക്കാത്ത സമയത്താണല്ലോ KPCC പ്രസ്ഥാനത്ത് നിന്ന് മാറ്റിയത്. കാരണം ഇദ്ദേഹം അവിടെ ചെന്ന് ചർച്ച ചെയ്തതിന് ശേഷം ഇവിടെ വന്ന് ആത്മവിശ്വാസം പ്രകടിപ്പിച്ച് 2-3 ആഴ്ച കഴിഞ്ഞപ്പോൾ അയാളെ മാറ്റി. അതായത് ഇവരൊക്കെ പറഞ്ഞ് പുള്ളിക്ക് കുഴപ്പമുണ്ട്, പുള്ളിക്ക് ഓർമ്മപ്പശമുണ്ട്, അല്ലെങ്കിൽ മിസ്റ്റേക്ക് ഉണ്ട്, ഇയാൾ ഇത് ഒന്നിച്ചു കൊണ്ടുപോകാൻ പറ്റുന്ന ഒരവസ്ഥയില്ല എന്നുള്ള രീതിയിലേക്ക് ധരിപ്പിച്ച് അദ്ദേഹത്തെ മാറ്റിയില്ല. നമ്മൾ അടപ്പേന്ന സാധനം വാങ്ങി അങ്ങോട്ട് കൈക്കല വെച്ച് മാറ്റി വാങ്ങിക്കുന്നു. പുള്ളിക്കൊന്നും ചെയ്യാൻ പറ്റാത്ത രീതിയായില്ലേ? പുള്ളിക്കൊരു തീരുമാനം പോലും എടുക്കാൻ, അതായത് വേണമെങ്കിൽ ഒരു പ്രഷർ പോലും ചെലുത്താൻ അവസരം കൊടുക്കാത്ത സാഹചര്യം ഉണ്ടാക്കി പുള്ളിയെ നീക്കം ചെയ്തു. അതിനുശേഷം കഴിഞ്ഞ ദിവസം നമ്മൾ ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് പ്രചരണവുമായിട്ട് ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി ഇവിടെ വന്നല്ലോ. രാഹുൽ ഗാന്ധി ഇവിടെ വന്നപ്പം അയാൾ കാണിച്ചത് മൊത്തം എന്ന് പറഞ്ഞാൽ അടുത്ത മുഖ്യമന്ത്രി ആരാണ് പുള്ളിയുടെ മനസ്സിരിക്കുന്ന രീതിയിൽ കാണിച്ചു എന്നുള്ള രീതിയിൽ ചർച്ച വന്നത്. KC വേണുമല്ലേ പുള്ളി ഇൻഡയറക്റ്റ് ആയിട്ട് പൊക്കി കാണിച്ചു. സതീശൻ കാരത്തെല്ലാം കയറി പറഞ്ഞ് മാറിയിരിക്കാൻ പറഞ്ഞു. ഏറ്റവും അവസാനം ഏറ്റവും ദയനീയമായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ തരൂരിൻ്റെ വിഷയം വന്നെങ്കിൽ പോലും ഈ കണ്ടവർക്ക് കാണാം ഇയാൾ അടുത്തിരിക്കുമായിരുന്നു അല്ലേ, മുൻ KPCC പ്രസിഡന്റ്. അയാൾ അവിടെ ഇരുന്നു, അയാളെ അവിടുന്ന് മാറ്റിച്ചു. എന്നിട്ട് ആ സീറ്റിൽ കൊണ്ടുവന്ന് പുതിയ KPCC പ്രസിഡന്റിനെ ഇരുത്തി. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ രാഹുൽ ഗാന്ധിക്ക് ഇതൊക്കെ അറിയാമെന്നുള്ള കാര്യം അറിയത്തില്ല. ഇതിൻ്റെ ഒരു അർത്ഥം ഒരുപക്ഷെ പർപ്പസ്ഫുള്ളി ചെയ്തതാണെങ്കിൽ ഇയാളല്ല ഇവിടെ ഇരിക്കേണ്ട ആൾ. ഇയാൾക്ക് ഇത്രയും പ്രസക്തിയെ ഇവിടെ ഉള്ളൂ, അത്രയും പ്രസക്തിയെ ഞാൻ കാണുന്നുള്ളൂ. ഇനി കോൺഗ്രസ് പാർട്ടിയും കൊടുക്കുന്നുള്ളൂ. കോൺഗ്രസ് പാർട്ടി എന്ന് പറഞ്ഞാൽ
പുള്ളിയാണ്. അപ്പൊ അദ്ദേഹം വിചാരിക്കുന്നത് അടുത്ത പ്രാവശ്യം ഇവിടെ വരണ്ടടി. കണ്ണൂർ അദ്ദേഹം ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണൂർ കോൺഗ്രസ് എന്ന് പറയുമ്പോൾ ഇപ്പോഴും എപ്പോഴും ഒരു പക്ഷേ സുധാകരൻ തന്നെ. സുധാകരൻ ഇല്ലെങ്കിൽ അവിടെ കോൺഗ്രസ് ഒന്നുമില്ല. സുധാകരൻ ഒരു പ്രത്യേക ഏരിയയിൽ ഏളാല ജീവൻ ഭരണ പോരാട്ടത്തിൽ കൂടി കണ്ണൂർ മുനിസിപ്പാലിറ്റി ആ ഏരിയയിൽ ഒരു പ്രദേശത്താണ് കോൺഗ്രസ് ഉള്ളത്. അവരുടെ കോളനി അവിടെ വേറെ ഈ പറയുന്ന മാർക്സിസ്റ്റ് പാർട്ടിക്ക് പോലും കയറി രാഷ്ട്രീയം അത്ര ഈസി ആയിട്ട് കളിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയില്ല. അല്ലെങ്കിൽ BJP കയറാൻ പറ്റും. അവിടുത്തെ പ്രദേശങ്ങൾ എങ്ങനെയാണ്, ഓരോ കക്ഷികളുടെയും കയ്യിലിരിക്കുന്ന പ്രദേശത്ത് മറ്റൊരാൾക്ക് കയറി കളിക്കാൻ പറ്റത്തില്ല. കാരണം പാർട്ടി ഗ്രാമം എന്ന് പറയുന്ന പോലെ തന്നെ RSSന്റെ പ്രദേശം അവരുടെ കസ്റ്റഡിയിലായിരിക്കും. മുസ്ലിം ലീഗ് ഉണ്ടെങ്കിൽ ആ പ്രദേശം അവരുടെ കസ്റ്റഡിയിലായിരിക്കും. ഇദ്ദേഹം ഇവിടെ അത്തരത്തിലൊരു സംവിധാനം അവിടെ ഉണ്ടാക്കാൻ അവിടെ ഒരു പക്ഷേ കോൺഗ്രസ് പാർട്ടിക്ക് നേരെ നിൽക്കാൻ നട്ടലോടുകൂടി നിൽക്കും. ഇപ്പോഴാണല്ലോ കണ്ണൂരൊന്ന് ഒതുങ്ങി കിട്ടിയത്. ഒരുപക്ഷെ ഒതുങ്ങിയെന്ന് പറയാൻ പറ്റില്ല, 10 കൊല്ലം ഭരണം CPM കയ്യിൽ ഇരിക്കുന്നുണ്ട്, അവർക്ക് പേര് കിട്ടാൻ ഇരിക്കുന്നുണ്ടായി ഒതുങ്ങുന്നതെന്ന് പറഞ്ഞാൽ. അല്ലെങ്കിൽ അതിനു മുമ്പ് വളരെ മിണ്ടിയാൽ കയ്യും കാലും വെട്ടിക്കൊണ്ട് പോകുന്ന, അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു രീതിയിൽ ദാക്ഷിണ്യമില്ലാത്ത ഒരു CPM ഉള്ള കാലത്താണ് അവിടെ ഇയാൾ ഫൈറ്റ് ചെയ്ത് വന്നത്. അപ്പം അത്തരത്തിൽ കോൺഗ്രസിന്റെ ഒരു സമുന്നതന, അതായത് വേറൊരു കാര്യമുണ്ട്, കോൺഗ്രസിനകത്ത് പരിഗണന ഇല്ലാത്ത ഒരു വിഭാഗം എന്ന് പറയുമ്പോഴും MLA-മാരുടെ എണ്ണം നോക്കുമ്പോൾ വളരെ കുറവുള്ളതുമായിട്ടുള്ള ഒരു ആണല്ലോ SNDP. SNDPയുടെ ഒരു പ്രധാനപ്പെട്ട നേതാവല്ലേ, എത്രയോ കാലം കൊണ്ട് വയലാറിൽ SNDPയുടെ നേതാവല്ലായിരുന്നു. അദ്ദേഹത്തിന് മുഖ്യമന്ത്രി ആവുന്നതിന് വേണ്ടി സാധിച്ചു. വീണ്ടും സുധാകരൻ എന്ന് പറയുന്ന ഒരു ഐക്കൺ വന്നപ്പോൾ അയാളെ അപ്രസക്തനാക്കിയാണ്. അത് അറിഞ്ഞോ അറിയാതെയോ അല്ല, നമ്മൾ ഈ വെള്ളാപ്പള്ളി നടൻ പറയുന്നതിനകത്ത് അതിനകത്തങ്ങ് ഒരു കാര്യമില്ല, ഓരോട്ടും നിങ്ങൾ ചെയ്യേണ്ട കാര്യമില്ല, അതിനകത്ത് ഒരു പരിഗണനയും കിട്ടുന്നില്ല എന്നുള്ള ഒരു രീതി അതിനകത്ത് വരാം. പിന്നെ ഇപ്പം നമ്മൾ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇത് വളരെ കൃത്യമായിട്ട് അടുത്ത പ്രാവശ്യം സതീശന്റെ നേതൃത്വത്തിൽ ഉള്ള ഒരു ഗവൺമെന്റ് അല്ലെങ്കിൽ ഉള്ള ഒരു UDF ഗവൺമെന്റ് അധികാരത്തിൽ വന്നില്ലേലും കുഴപ്പമില്ല എന്നുള്ള രീതിയിലേക്കുള്ള ഒരു അഭിപ്രായം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു കാര്യം, അത്തരത്തിൽ ഉള്ള ഒരു മാനസികാവസ്ഥയിലാണ് ഇപ്പം ഈ അവസരത്തിൽ. അതായത് ജാഥ വന്നുകൊണ്ടിരിക്കുന്നു, ഈ ഇലക്ഷൻ അതിനു വേണ്ടി ദിവസം ഉണ്ടാകുന്ന ഒരവസ്ഥയില്ല, ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഏതായാലും കോൺഗ്രസിനകത്ത് ഒരു പലരും പറയാൻ ആഗ്രഹിക്കുന്ന ഒരു പൊട്ടിത്തെറി ഈ സതീശനെ ആക്കുന്നതിനകത്ത് നമുക്കറിയാമല്ലോ. അല്ല, സതീശൻ ഇപ്പോൾ ഈ പറഞ്ഞ മുഖ്യമന്ത്രി വരുവാണെങ്കിൽ ഒന്ന് ആലോചിക്കും. ഇപ്പോൾ KC വേണുഗോപാലിന് മുഖ്യമന്ത്രി വരാൻ ആഗ്രഹമുണ്ട്. രമേശ് ചെന്നിത്തല എത്രയും നാളായിട്ട് കുപ്പായം തയ്ച്ചിരിക്കുന്നു. VD സതീശനാണ് ഇപ്പോൾ ഒരു വലിയ ഇമേജ് ഉണ്ടാക്കി പോകുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ മനോരമ പത്രം അവരുടെ വാർത്താ താരമായിട്ട് VD സതീശനെ തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? സ്വാഭാവികമായിട്ടും ഒരു വഴിയൊരുക്കി കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇയാൾക്ക് ക്ലീൻ ഇമേജ് ആണെന്ന് വരുത്തിയിരിക്കുകയാണ്. മാത്രമല്ല ഇനിയും മുതിർന്ന നേതാക്കൾ വരും. അപ്പോൾ സുധാകരൻ്റെ MP ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് വലിയ താല്പര്യമൊന്നുമില്ല. കേരളത്തിൽ ഒരു മന്ത്രിയാണ് താല്പര്യം. എന്തിനാ? അത് അടൂർ പ്രകാശ് പറഞ്ഞിട്ടുണ്ട്, കൊടിക്കുന്നിൽ സുരേഷ് പറഞ്ഞിട്ടുണ്ട്, ഒട്ടുമിക്ക MP വരും, ഷാഫി പറമ്പിൽ പോലും. കാരണം കേരളത്തിൽ ഒരു MLA ആയി ജയിച്ച് മന്ത്രിയാകാൻ സാധ്യതയുള്ളവരെല്ലാം തന്നെ ഇതിനോട് ആഗ്രഹിക്കും. എന്നിട്ട് എന്താ പറയുന്നത്, ഞങ്ങൾക്കിനി കേരള രാഷ്ട്രീയം മതി എന്ന് പറയുന്നത്. ഈ സുധാകരനും ഈ പറയുന്ന പോലെ അവിടെ പോയി MP ആയി ഇരുന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് കേരളത്തിൽ മത്സരിക്കുക. അപ്പോൾ നേരത്തെ പറഞ്ഞത് ഹൈക്കമാൻഡ് ആകെ ഒരാളുടെ കാര്യത്തിൽ മാത്രമേ തീരുമാനം എടുക്കുള്ളൂ, അത് സുധാകരൻ്റെയാണ്. കാരണം കണ്ണൂർ കോൺഗ്രസ് രാഷ്ട്രീയം സുധാകരനിൽ കൂടെ കറങ്ങുന്നതുകൊണ്ടാണ്. ഈ സുധാകരൻ വന്നാൽ അത് സതീശന് ഭാര്യയാകും എന്നുള്ളത് സതീശനും അറിയാം. അപ്പോൾ സതീശനെതിരായിട്ട് ഒരു കൂട്ടം നേതാക്കൾ ഇവിടെ പ്ലാനിങ് നടക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ നിർണായകമാകുന്ന മുസ്ലിം ലീഗിൻ്റെ നിലപാടാണ്. അതുകൊണ്ടാണ് എപ്പോഴും മുസ്ലിം ലീഗിനെ അല്ലെങ്കിൽ ഈ ജമാഅത്ത് ഇസ്ലാമിയൊക്കെ ചേർത്ത് പിടിച്ച് അവർ പറയുന്നതിനോടൊക്കെ പിന്തുണച്ചുകൊണ്ട് ഈ സതീശൻ നിൽക്കുന്നത്. ആ നിൽപ്പിനെ ഒരു പക്ഷേ KC വേണുഗോപാൽ വെട്ടിയെറിയാനുള്ള സാധ്യതയും തള്ളിക്കളഞ്ഞോടില്ല. അതിനകത്ത് വേറെ വലിയ ഇപ്പം പറഞ്ഞതിനകത്ത് വലിയ പൊളിറ്റിക്സ് ഉണ്ട്. ഇതൊരു പൊളിറ്റിക്സാണ്. ഈ ഏറ്റവും അവസാനം ഈ ഇദ്ദേഹത്തെ മത്സരിപ്പിക്കാൻ താല്പര്യമെടുക്കുന്ന തീരുമാനം എടുത്ത് കൊടുക്കുന്ന KC വേണുഗോപാലായിരിക്കും. ഇതിനകത്ത് ഇപ്പം KC വേണുഗോപാലിനെ കൊണ്ടുവന്നിറക്കി മുഖ്യമന്ത്രിയാക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ ഇല്ല ഈ പോക്ക് പോയാൽ. അപ്പൊ ഇവിടെ പ്രശ്നമുണ്ടാകണം. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി കേരളത്തിൽ നിന്ന് ഒന്നിലധികം ആൾക്കാരുണ്ടാവണം. ഒന്ന് സതീശൻ വരും, 2 രമേശ് ചെന്നിത്തല വരും, സുധാകരനെ കൊണ്ടുവന്ന സുധാകരൻ വരത്തില്ലേ, മുഖ്യമന്ത്രി ആയിക്കോട്ടെ. അപ്പൊ ഇത് മൂന്നുകൂടെ അടി ഉറപ്പായിട്ടും ഭൂരിപക്ഷം കിട്ടിയാൽ നടക്കുമല്ലോ. അപ്പൊ കോംപ്രമൈസ് കാൻഡിഡേറ്റ് മേളിൽ നിറങ്ങണമെങ്കിൽ ഇവിടെ സ്വൈര്യമായിട്ട് പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാകാൻ പറ്റത്തില്ല. അതിന് ചുക്കാൻ പിടിക്കുന്നതും ആ അവസ്ഥയിലേക്ക് എത്തിക്കുന്നതിനും ഈ പറയുന്ന KC വേണുഗോപാൽ വേണ്ട വിധത്തിലുള്ള കളികളെല്ലാം കളിക്കും. അതായത് സ്വൈര്യമായിട്ട് പോകുന്ന MLA-മാരുടെ എണ്ണം കൂട്ടി ഭരണത്തിൽ വരുന്നതിന് വേണ്ടിയുള്ള സാഹചര്യം ഉരുത്തിരിക്കുകയും മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിന് പ്രശ്നങ്ങളില്ലാത്തൊരു മുഖ്യമന്ത്രിയെ ഹൈക്കമാൻഡ് തീരുമാനിച്ചു കൊടുക്കും. മത്സരിക്കാൻ KC കാണത്തില്ല. ഇത് കഴിഞ്ഞിട്ട് KC അവിടുന്ന് കെട്ടിയിറക്കും. അതിനുവേണ്ടിയുള്ള കളി ഒരുപക്ഷെ വന്നിരിക്കും. ഇതേ നിലപാട് മാങ്കൂട്ടത്തിനകത്ത് ശക്തമായ നിലപാടൊന്നും KC വേണുഗോപാൽ അന്നും എടുത്തിട്ടില്ലായിരുന്നു. ആഴക്കുഴമ്പ് പാർട്ടി എന്താ തീരുമാനിച്ചത്? തീരുമാനം എടുത്തതാരാ ഇയാളാ. ഇതിപ്പോ പൊക്കിക്കൊണ്ട് വന്നാൽ ഇതിനകത്ത് വേറൊരു ഇന്ന ഗ്രൂപ്പിന്റെ കാര്യത്തിനകത്ത് അറിയാമല്ലോ, വേണ്ടെന്നുണ്ട്. അപ്പൊ അതേ രീതിയിലേക്കാണ് കാര്യങ്ങൾ. ഏതായാലും കാണാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.